Hello everyone, welcome to Competitive Cracker. UGC Net മാനേജ്മെന്റ് ആസ്പിരൻസിന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ടോപ്പിക്കാണ്. അതും വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ വളരെ ബ്രീഫായിട്ട് ഒരു 30 മിനിറ്റ് സെഷനുള്ളിൽ ഇത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ടോപ്പിക് മറ്റൊന്നുമല്ല, തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ തിയറീസിൽ ഓരോ തിയറിയും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്ന ഏരിയാസ് ഉള്ളതാണ്. അപ്പോൾ ഈ തിയറീസിനെ ക്രിസ്പായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് ടേക്കിംഗ് എനി ഫർദർ ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മോട്ടിവേഷൻ തിയറീസിലേക്ക് വരുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് നമ്മൾ പറയും. എന്താണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി? ഇവിടെ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നീഡ്സിനൊരു പിരമിഡ് സ്ട്രക്ചർ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആ പിരമിഡ് സ്ട്രക്ചറിൽ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് തൊട്ട് ഏറ്റവും ഹയർ ലെവലിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് വരെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 5 ലെവലിലുള്ള നീഡുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ബേസിക് ലെവലിലുള്ള ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സേഫ് ആയിരിക്കുക, സെക്യൂർ ആയിരിക്കുക. നമുക്കൊരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സിൻ്റെ ഭാഗമായിട്ട് പറയാം. അതോടൊപ്പം അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ സോഷ്യൽ നീഡ്സ്, നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുക, നമുക്ക് അതുമായി ബന്ധപ്പെട്ട റെക്കഗ്നീഷൻ കിട്ടണം എന്നുള്ളതാണ് സോഷ്യൽ നീഡ്സ്. സൊസൈറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഈസ് എസ്റ്റീം നീഡ്സ്. അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങണം. സെൽഫ് എസ്റ്റീം, നമുക്ക് സ്വയം എസ്റ്റീം ആകാൻ സാധിക്കണം, സ്വയം നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടാകണം, പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം നമ്മളുടെ റെക്കഗ്നീഷൻസ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവണം. സെൽഫ് എസ്റ്റീംഡ് ആൻഡ് എസ്റ്റീംഡ് ബൈ അതേഴ്സ് എന്ന് പറയും. ഇത് രണ്ടും എസ്റ്റീം നീഡ്സിൻ്റെ ഭാഗമാണ്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് മാസ്ലോ പറഞ്ഞു വച്ചിരിക്കുന്ന ഹൈറാർക്കി. ഒരു സൈക്കോളജിക്കൽ തിയറി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മോട്ടിവേഷൻ തിയറീസിലും അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ലോ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഹൈറാർക്കി, ഈ ഒരു ഓർഡർ യഥാർത്ഥത്തിൽ അതേ രീതിയിൽ തന്നെ വരണം എന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എ പേഴ്സൺ അറ്റ് ഫിസിയോളജിക്കൽ ലെവൽ, ആ ഒരു ലെവലിലുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻഡിവിജ്വൽ ആയാൽ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നതും എത്തണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും ചിലപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഓർഡർ മേ നോട്ട് ബി ദെയർ. മാസ്ലോ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലെവൽ നീഡ് അറ്റൈൻ ചെയ്യുന്നു, അതിനുശേഷം സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നു, അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകുന്നു എന്ന ഈ ഒരു ക്രോണോളജി, ആ ഒരു പിരമിഡ് സ്ട്രക്ചർ വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ക്രോണോളജി യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കണം എന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസം. അതോടൊപ്പം തന്നെ ഹയർ ലെവൽ നീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലെവൽ നീഡ്സ് ഒരു മോട്ടിവേറ്റീവ് ഫാക്ടർ ആവില്ല എന്ന് കൂടി മാസ്ലോ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഹയർ ലെവൽ എസ്റ്റീം ലെവൽ നീഡ്സിന് നിൽക്കുമ്പോഴും നമ്മളതിന് തൊട്ട് താഴെ വരുന്ന ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, എസ്റ്റീം ലെവലിൽ നിൽക്കുമ്പോഴും ലോവർ ലെവൽ നീഡ്സ് നമ്മൾ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഒരു ഹയർ ലെവൽ നീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നീട് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവില്ല എന്ന് മാസ്ലോ പറയുന്നത് യഥാർത്ഥത്തിൽ ആപ്ലിക്കബിൾ ആണെന്ന് വരില്ല. ഇത് രണ്ടുമാണ് മേജർ ലിമിറ്റേഷൻസ്. ഓക്കെ, സോ തിയറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിയറി എന്താണ് ഞാൻ പറഞ്ഞു, ലിമിറ്റേഷൻസിലേക്ക് വന്നു. ഇതെവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? ഒന്ന്, എംപ്ലോയീസ് മസ്റ്റ് സാറ്റിസ്ഫൈ ലോവർ ലെവൽ നീഡ്സ്, ബേസിക് നീഡ്സ് ബിഫോർ പ്രോഗ്രസിങ് ടു ദി ഹയർ ലെവൽ നീഡ്സ്. അതാണ് ഈ ഒരു തിയറി പറയുന്നത്. ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എംപ്ലോയീസിന് അതിന് മുകളിലുള്ള ഹയർ ലെവൽ നീഡ്സിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് തിയറിയുടെ മീനിങ്. പക്ഷേ ഈ തിയറി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന 2 കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതായത് ഈ ഒരു റിജിഡ് ഹൈറാർക്കി, ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു ക്രോണോളജി ഉണ്ട്, ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാകണമെന്നില്ല, ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമതായിട്ട് വൺസ് എ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഇറ്റ് മേ നോട്ട് ബി എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നാണ് മാസ്ലോ പറയുന്നത്. പക്ഷേ ഹയർ എൻഡിൽ നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് പോലും, സെൽഫ് ആക്ച്വലൈസേഷനിൽ നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് പോലും ചിലപ്പോൾ ലോവർ ലെവൽ നീഡ്സ് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തെന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടുമാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ക്രിറ്റിസിസം. ഓക്കെ, സോ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ദെൻ എവിടെ അപ്ലൈ ചെയ്യുന്നു, എന്താണ് ആ കൺസെപ്റ്റ്, എന്താണ് ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ക്രിറ്റിസിസംസും പറഞ്ഞു. ഒരു ക്രിസ്പ് വേയിൽ എന്താണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്നാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ തിയറിയിലേക്ക് പോകാം. രണ്ടാമത്തെ തിയറി ഹേഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറിയാണ്.
ഹെസ്ബെക്സ് 2 ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന 2 എലമെൻറ്റ്സ് ആണ്. കുറേ എംപ്ലോയീസിനെ എടുക്കുകയാണെങ്കിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മോട്ടിവേറ്റേഴ്സ് ആണ്, 2 ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. സാറ്റിസ്ഫയേഴ്സ് ആൻഡ് ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയും. സാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റേഴ്സ് ആണ്, അവ ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആകണം എന്നില്ല. അപ്പോൾ എന്താണ്, ഞാൻ ബ്രീഫ്ലി പറഞ്ഞു എന്താണ് കൺസെപ്റ്റ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കിയാലോ. ലെറ്റ്സ് സീ. അതായത് ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ബട്ട് ഡസ് നോട്ട് മോട്ടിവേറ്റ്. നമുക്ക് റെഗുലർ സാലറി എല്ലാ മാസവും സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരിക്കലും മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ല. അതേസമയം സാലറിയിൽ ഇൻക്രിമെൻറ്റ് കിട്ടുവാണെങ്കിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. റെഗുലർ സാലറി എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ല, ഇതൊരു എന്താണ്, ഹൈജീൻ ഫാക്ടറാണ്. അതേപോലെ പ്രോപ്പർ ലൈറ്റിംഗ്, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ, ഇതെല്ലാം എന്താ പറയുക, ഹൈജീൻ ഫാക്ടറാണ്. നമ്മളെ സംബന്ധിച്ച് അവ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതേസമയം അവ ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആകും. എന്നാൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, ഓക്കെ ആണെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ഇതിനെയാണ് ഡിസാറ്റിസ്ഫൈസ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി മോട്ടിവേറ്റേഴ്സ് ആണ്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ലൈക്ക് പ്രമോഷൻ, ഓക്കെ, സോ ലൈക്ക് ലീഡ്സ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി. എംപ്ലോയീസ്, നമ്മുടെ സീനിയേഴ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ജോബ് തന്നെ ചിലപ്പോൾ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആകാം. നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും, മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയും. സോ ഹൈജീൻ ഫാക്ടേഴ്സിനെ നമ്മൾ ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു, മോട്ടിവേറ്റേഴ്സിനെ നമ്മൾ സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു. അതായത് ഡിസാറ്റിസ്ഫയേഴ്സ് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അതേസമയം മോട്ടിവേറ്റേഴ്സ് ഓർ സാറ്റിസ്ഫയേഴ്സ് ഉണ്ടെങ്കിൽ വിച്ച് വിൽ ലീഡ് ടു മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, 2 തരത്തിലുള്ള ഫാക്ടേഴ്സിനെ പറ്റി അദ്ദേഹം പറയുന്നു. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. ഹൈജീൻ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷേ ആബ്സെൻ്റ് ആണെങ്കിൽ ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. അതേസമയം മോട്ടിവേറ്റേഴ്സ് ആണെങ്കിൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്യും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, ദെൻ സോ ഹെസ്ബെക്ക് 2 ഫാക്ടർ തിയറിയുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ എൻഹാൻസിങ് മോട്ടിവേറ്റേഴ്സ് ഫോർ ഇൻക്രീസിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വൈൽ എൻഷുറിങ് ഹൈജീൻ ഫാക്ടേഴ്സ് ആർ ആഡിക്വേറ്റ്. അപ്പോൾ ഈ തിയറി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന മോട്ടിവേറ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാം. അതേസമയം എന്തുകൂടെ ഉണ്ടാവണം, ഹൈജീൻ ഫാക്ടേഴ്സ് ആഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, സാലറി കൃത്യമായിട്ട് കൊടുക്കണം, അതേപോലെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ എൻഷുർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം മോട്ടിവേറ്റേഴ്സ് കൂടി കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകും, സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഹെസ്ബെക്സ് 2 ഫാക്ടർ തിയറി പറയുന്നത്. ക്രിറ്റിസിസം പറയുകയാണെങ്കിലോ, ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആസ് മോട്ടിവേറ്റേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ക്യാൻ വേരി ബൈ ഇൻഡിവിജ്വൽ. അതായത് ഈ തിയറിയിൽ പറയുന്ന ഈ മോട്ടിവേറ്റേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറാം. ചില ഇൻഡിവിജ്വൽസിന് ഈ പറഞ്ഞ കാര്യം ഹൈജീൻ ഫാക്ടർ ആയിരിക്കാം, പക്ഷേ മറ്റു ചില ഇൻഡിവിജ്വൽസിന് അതൊരു മോട്ടിവേറ്റർ ആകാം. അങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ അതിൽ ഡിഫറൻസസ് വരാം. ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഈ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ തിയറി നമ്മൾ പറഞ്ഞു, ഹെസ്ബെക്സ് 2 ഫാക്ടർ തിയറി. മൂന്നാമത്തെ തിയറി മാക്കലൻസ് നീഡ് തിയറി. മാക്കലൻസിൻ്റെ 3 നീഡ്സ് തിയറി എന്ന് പറയും. സോ എന്താണ് നീഡ് തിയറി? ഡേവിഡ് മാക്കലൻ പ്രപ്പോസ്ഡ് ദാറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ 3 പ്രൈമറി നീഡ്സ്. മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയെ അദ്ദേഹം 3 പ്രൈമറി നീഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയിൽ പറയുന്ന ബേസിക് ലെവലിൽ ഫിസിയോളജിക്കൽ, അതിന് മുകളിൽ സേഫ്റ്റി സെക്യൂരിറ്റി, അതിന് മുകളിൽ സോഷ്യൽ നീഡ്സ്, അതിന് മുകളിൽ എസ്റ്റീം നീഡ്സ്, അതിന് മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷനെ അദ്ദേഹം 3 ബ്രേക്ക് ഡൗൺ ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നീഡ് തിയറി. ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, എനാക്ക് എന്ന് പറയും. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അതായത് ഓരോ ഇൻഡിവിജ്വൽക്കും ഡിസയർ ഫോർ അക്കംപ്ലിഷ് ചെയ്യാനുള്ള, അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കാനുള്ള ആഗ്രഹം എത്രമാത്രമുണ്ട്, അതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. രണ്ടാമതായിട്ട് നീഡ് ഫോർ പവർ, പവർ എന്ന് പറയും. അതായത് ഡിസയർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, മറ്റുള്ളവരുടെ മുകളിൽ പവർ ഉപയോഗിക്കാനുള്ള ആഗ്രഹം. മൂന്നാമതായി നീഡ് ഫോർ അഫിലിയേഷൻ, ഡിസയർ ഫോർ ഫ്രണ്ട്ലി ആൻഡ് ക്ലോസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരെ സോഷ്യൽ റിലേഷൻഷിപ്പും മറ്റുള്ളവരായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും റെക്കഗ്നിഷനും ഒക്കെ അഫിലിയേഷൻ്റെ ഭാഗമാണ്. സോ ഈ 3 നീഡ്സിൻ്റെ
വേരിയേഷൻ എത്രമാത്രമാണോ അതനുസരിച്ചായിരിക്കും ആ എംപ്ലോയി മോട്ടിവേറ്റഡ് ആവുന്നത്. ലൈക്ക് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചലഞ്ചിങ് ഗോൾസ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കൂടുകയും ചെയ്യും. അതേപോലെ ഒരു ഇൻഡിവിജ്വലിന് നീഡ് ഫോർ പവർ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏൽപ്പിക്കുക, അത്തരത്തിലുള്ള അതോറിറ്റി ഉള്ള ജോബ്സ് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യും. അതേപോലെ തേർഡ് ലെവലിൽ നീഡ് ഫോർ അഫിലിയേഷൻ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ടീം ആക്ടിവിറ്റീസിൽ അദ്ദേഹത്തെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണമാകും. സോ ഇത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ 3ആയിട്ടാണ് മാഗ്ലൻഡ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. ഓക്കെ, സോ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈങ് എംപ്ലോയീസ് ഡോമിനൻറ്റ് നീഡ് ക്യാൻ ഹെൽപ്പ് അസൈൻ റോൾസ് സ്യൂട്ടബിൾ ഫോർ ദിയർ മോട്ടിവേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ ആ ഡോമിനൻറ്റ് നീഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഫിലിയേഷനാണ് ഡോമിനൻ്റെങ്കിൽ അഫിലിയേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് ടീം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, ദാറ്റ് വിൽ മോട്ടിവേറ്റ് ഹിം. പവറാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ്, പവർഫുൾ ആയിട്ട് ഡിസിഷൻസ് എടുക്കാവുന്ന റോളുകൾ കൊടുക്കുക. ഓക്കെ, അത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി അഫിലിയേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റോൾസ് അദ്ദേഹത്തിന് കൊടുക്കുക, അത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യും. സോ ഏത് നീഡാണോ ആ ഇൻഡിവിജ്വലിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എംപ്ലോയി വിൽ ബി മോട്ടിവേറ്റഡ്. ക്രിട്ടിക് may not cover all motivational aspects for every individual. ഇവിടെ 3 മേജർ എലമെൻസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതിലൊക്കെ ഒരുപാട് മുകളിലുള്ള കൺസെപ്റ്റാണ്. മോട്ടിവേഷൻ്റെ എല്ലാ കൺസെപ്റ്റുകളും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് മാക്ലൻസ് നീഡ് തിയറിയുടെ ഒരു ക്രിറ്റിസിസം. ഓക്കെ, സോ മാക്ലൻസ് നീഡ് തിയറി പറഞ്ഞു. ഇനി എക്സ്പെക്റ്റൻസി തിയറിയാണ്, വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയും. എക്സ്പെക്റ്റൻസി അദ്ദേഹം പറയുന്നത് വിക്ടർ വ്രൂംസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടർ. വീണ്ടും 3 ഫാക്ടേഴ്സിനെ പറ്റിയാണ് വിക്ടർ വ്രൂം തിയറി പറയുന്നത്. ഒന്നാമത്തത് എക്സ്പെക്റ്റൻസി, രണ്ടാമതായി ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് മൂന്നാമതായിട്ട് ബാലൻസ്. എന്താണ് എക്സ്പെക്റ്റൻസി? എക്സ്പെക്റ്റൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലീഫ് ദാറ്റ് എഫേർട്ട് വിൽ ലീഡ്സ് ടു പെർഫോമൻസ്. ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് എന്ത് എക്സ്പെക്റ്റൻസി. ഇനി രണ്ടാമതായിട്ട് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ബിലീഫ് ദാറ്റ് പെർഫോമൻസ് വിൽ ലീഡ് ടു റിവാർഡ്സ്. ഞാൻ പെർഫോം ചെയ്തു എന്ന് വിചാരിക്കുക, പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിച്ചിട്ടുള്ള റിവാർഡ് കിട്ടും എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. മൂന്നാമതായിട്ട് വാലൻസ്, ആ റിവാർഡ് എനിക്ക് വാല്യൂബിളാണ്, എനിക്ക് വേണ്ട റിവാർഡാണ് എന്ന ചിന്താഗതിയാണ് വാലൻസ്. വാല്യൂ പ്ലേസ്ഡ് ഓൺ റിവാർഡ്, ആ റിവാർഡ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനൊരു വാല്യൂ അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയാണ് വാലൻസ്. അപ്പോൾ മോട്ടിവേഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ ഇത് 3 ഉണ്ടാവണം. ഒന്നാമതായിട്ട് എന്താ വേണ്ടത്? എക്സ്പെക്റ്റൻസി ഉണ്ടാവണം, ഞാൻ എഫേർട്ട് കൊടുത്താൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. രണ്ടാമതായിട്ട് ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഉണ്ടാവണം, ബിലീഫ് ദാറ്റ് ദിസ് പെർഫോമൻസ് വിൽ ലീഡ് ടു റിവാർഡ്. ഞാനത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, പെർഫോമൻസിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് കിട്ടുമെന്നുള്ള ബിലീഫ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഉണ്ട്. മൂന്നാമതായി വാലൻസ്. വാലൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂ പ്ലേസ്ഡ് ഓൺ റിവാർഡ്സ്. ആ പറഞ്ഞ റിവാർഡ് എനിക്ക് വേണ്ടതാണ്, എനിക്കത് വേണമെങ്കിൽ മാത്രമേ ഞാനതിൽ ആ ഒരു റിവാർഡ് ഞാൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യൂ. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് റിവാർഡ്സ്, വാലൻസ്. എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ് ചേരുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഈ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അലൈൻസ് റിവാർഡ്സ് വിത്ത് എംപ്ലോയി ഗോൾസ് ആൻഡ് എൻഷുർ ക്ലിയർ പാത്സ് ടു അച്ചീവ് ഡിസൈർഡ് പെർഫോമൻസ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? റിവാർഡിനെ എംപ്ലോയിയുടെ ഗോളുമായിട്ട് മാച്ച് ചെയ്യണം. എംപ്ലോയിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതായിരിക്കണം റിവാർഡായിട്ട് കൊടുക്കേണ്ടത്. സോ റിവാർഡും ഗോളും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ എംപ്ലോയി അതിന് മാക്സിമം എഫേർട്ട് എടുക്കൂ. സോ എംപ്ലോയിക്ക് ആദ്യം കോൺഫിഡൻസ് വേണം, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം വേണം. എക്സ്പെക്റ്റൻസി, അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ്. ആ റിവാർഡ് എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ വാലൻസ് എന്ന് പറയും. ഇത് 3 വരണമെങ്കിൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? എംപ്ലോയീസിന് ആപ്റ്റായിട്ടുള്ള മോട്ടിവേഷൻ ട്രെയിനിങ്സ് കൊടുക്കുക. ട്രെയിനിങ്സ് കൊടുക്കുന്നത് വഴി എന്ത് സംഭവിക്കും? എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാം എന്നുള്ള വിശ്വാസം വരും. ആ പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള റിവാർഡ് കൊടുക്കും എന്നുള്ള ചിന്താഗതി മാനേജ്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ആ റിവാർഡ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് ആവശ്യമുള്ളത് തന്നെയായിരിക്കണം. ഇത് 3 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിക്ടർ വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി പറയുന്നത്. ക്രിറ്റിസിസം,
ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ഇറ്റ് അസ്യൂംസ് എംപ്ലോയീസ് ആർ റാഷണൽ ആൻഡ് ഫുള്ളി ഇൻഫോംഡ് വിച്ച് മേ നോട്ട് ഓൾവേസ് ബി ട്രൂ. എംപ്ലോയീസ് റാഷണൽ ബീയിങ്സ് ആണ്, എല്ലായ്പ്പോഴും ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ അതേപോലെ തന്നെ ചിന്തിക്കും. ഒരു പോസിറ്റീവ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോയിൻ ചെയ്ത ടൈമിൽ അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും ഒബ്ജക്റ്റീവ് എന്ന് വിശ്വസിക്കുന്ന ഒരു റാഷണൽ തോട്ടാണ് വ്രൂം ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദാറ്റ് മേ നോട്ട് ബി ട്രൂ. എല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള റിവാർഡ്സ് കിട്ടുന്ന സാഹചര്യങ്ങളിൽ പോലും എംപ്ലോയീസ് ചിലപ്പോൾ റിസൈൻ ചെയ്തിരിക്കും. ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആകാം. ബയാസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ഹാപ്പൻ ചെയ്യാം, ഇറാഷണൽ ബിഹേവിയർ ഹാപ്പൻ ചെയ്യാം. അവിടെയൊക്കെ ഈ തിയറി ഫെയിൽ ആകും. ഓക്കെ, സോ ദാറ്റ് വാസ് ദി ഫോർത്ത് തിയറി. അഞ്ചാമത്തെ തിയറി ഇക്വിറ്റി തിയറിയാണ്, ആദംസിൻ്റെ ഇക്വിറ്റി തിയറി. എന്താണ് ഇക്വിറ്റി തിയറി? സോ ജോൺ സ്റ്റാൻസെ ആദംസ് പ്രപ്പോസ്ഡ് ദാറ്റ് എംപ്ലോയീസ് സീക്ക് ഫെയർനെസ്. എംപ്ലോയീസ് സീക്ക് ഫെയർനെസ് ഇൻ റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ. തിയറി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഫെയർനെസ് ഉണ്ടാവണം. മീൻസ് ഞാൻ വർക്ക് ചെയ്തു, എന്നേക്കാൾ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ആ ഇൻഡിവിജ്വലിന് കൂടുതൽ റിവാർഡ് കിട്ടിയതെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. അതേസമയം ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, എന്നേക്കാൾ കുറച്ച് വർക്ക് ചെയ്ത ഒരു ഇൻഡിവിജ്വലിന് റിവാർഡ് കിട്ടി, അത് ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. ഇതാണ് ഇക്വിറ്റി തിയറി. ട്രീറ്റ്മെൻറ്റ് ഇക്വിറ്റബിൾ ആയിരിക്കണം ആൻഡ് എംപ്ലോയിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം, എന്നാലേ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടൂ. ആപ്ലിക്കേഷൻ: എംപ്ലോയീസ് കമ്പയർ ദെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ വിത്ത് അതേഴ്സ്. എല്ലാ ഇൻഡിവിജ്വലും ഞാൻ കൊടുത്തിരിക്കുന്ന എഫേർട്ടും അതിന് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്യും. ആ ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും സെക്കൻഡ് പാർട്ടി കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടും വേരി ചെയ്താലോ? ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് ഞാൻ യൂണിറ്റ്സിലേക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിവാർഡായിട്ട് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് 1000 ആണെന്ന് വിചാരിക്കുക. അതേസമയം സെക്കൻഡ് പാർട്ടി കൊടുത്തിരിക്കുന്ന 50 യൂണിറ്റ്സ് ഇൻപുട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് 2000 റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് മാച്ചബിൾ. അവിടെയാണ് ഇക്വിറ്റി വേണ്ടത്. മാനേജ്മെൻറ്റ് ആ രീതിയിൽ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യണം. എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കണം. ഇതാണ് ഇക്വിറ്റി തിയറി പറഞ്ഞത്. സോ എംപ്ലോയി കമ്പയർ ദെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ വിത്ത് അതേഴ്സ്. പെർസീവ്ഡ് ഇന്നിക്വിറ്റി, അവർക്ക് ഇന്നിക്വിറ്റി ആണെന്ന് തോന്നിയെന്ന് വിചാരിക്കുക. പെർസീവ്ഡ് ഇന്നിക്വിറ്റി വിൽ ലീഡ്സ് ടു ഡിമോട്ടിവേഷൻ ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് പെർഫോമൻസ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇക്വിറ്റബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിമോട്ടിവേഷൻ. അതാണ് ആദംസ് ഇക്വിറ്റി തിയറി പറയുന്നത്. ദെൻ ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ഇറ്റ് റിലൈസ് ഓൺ സബ്ജക്റ്റീവ് പെർസെപ്ഷൻ ഓഫ് ഫെയർനെസ് വിച്ച് ക്യാൻ വേരി അമംഗ് ഇൻഡിവിജ്വൽ. ഞാൻ ഫെയർ ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കണമെന്നില്ല മറ്റൊരാൾ ഫെയർ ആയിട്ട് ചിന്തിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു കൺസെപ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഫെയർനെസ് ഈസ് സബ്ജക്റ്റീവ് ടു ദി ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിനനുസരിച്ച് ഫെയർനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഫെയർ ആയിട്ട് നിൽക്കുക, ഫെയർനെസ്സിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതും ഡിഫിക്കൽട്ടാണ്. അതാണ് ആദംസ് ഇക്വിറ്റി തിയറിയുടെ ലിമിറ്റേഷൻ. നൗ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി, SDT തിയറി എന്ന് പറയും, സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. സോ കൺസെപ്റ്റ് ഇറ്റ് എംഫസൈസസ് ഓൺ റോൾ ഓഫ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇവിടെ പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷനെയും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും എങ്ങനെ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പറയുന്നത്. അതായത് ഇവിടെ 3 ഫാക്ടേഴ്സിനെ പറ്റി പറയുന്നു. ഒന്ന് ഓട്ടോണമി, ദെൻ കോമ്പീറ്റൻസ് ആൻഡ് റിലേറ്റഡ്നെസ്. ഓക്കെ, ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നീഡ്സ് ടു കൺട്രോൾ വൺസ് വർക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്വയം തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോണമസ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓട്ടോണമസ് ആണെന്ന് പറയാം. നമ്മളുടെ വർക്ക് എന്താണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു, നമ്മൾ സ്വയം അത് ഏറ്റെടുത്ത് ചെയ്യുന്നു, ഓട്ടോണമിയാണ്. കോമ്പീറ്റൻസ് നീഡ് ടു അച്ചീവ് ആൻഡ് മാസ്റ്റർ ടാസ്ക്. അത് അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കോമ്പീറ്റൻസ്. നമ്മൾ ഏറ്റെടുക്കുന്ന ടാസ്കുകൾ അത് അച്ചീവ് ചെയ്യാനും അത് കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. റിലേറ്റഡ്നെസ് നീഡ് ഫോർ കണക്ഷൻ ആൻഡ് ബിലോങ്ങിങ്സ്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള നീഡ്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ബിലോങ്ങിങ്നെസ് ഉള്ള നീഡ്, അതൊക്കെ എന്താണ് റിലേറ്റഡ്നെസ്സിനകത്ത് വരും. സോ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ജസ്റ്റ് സി, തിയറി പറയുന്ന ഇതാണ്: എൻഹാൻസിങ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ബൈ പ്രൊവൈഡിങ് ഓട്ടോണമി, സ്കിൽ ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ഇൻട്രൻസിക് മോട്ടിവേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിവാർഡ്സ് ആണ്, റൈറ്റ്? എക്സ്റ്റേണലി കൊടുക്കുന്ന കാര്യങ്ങൾ ലൈക്ക് റിവാർഡ്സ് കൊടുക്കുക, റെക്കഗ്നീഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണലാണ്, എക്സ്ട്രൻസിക് മോട്ടിവേഷൻ്റെ ഭാഗമാണ്. ഇൻട്രൻസിക്കോ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേറ്റഡ് ആകണം. എത്രമാത്രം എക്സ്ട്രൻസിക് മോട്ടിവേഷൻ കൊടുത്താലും ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആകൂ. അതാണ് തിയറിയുടെ നക്ഷൽ. അപ്പോൾ ഇവിടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം?
ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആകണം, ഇത് നല്ല കാര്യമാണ്, നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, ഇത് നമുക്ക് ബെനിഫിറ്റ് തരുന്നുണ്ടെന്ന് സ്വയം തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യണം. കാര്യങ്ങൾ തീരുമാനിക്കാനും അവർ ചിന്തിക്കുന്ന രീതിയിൽ ചെയ്യാനുമുള്ള അവസരം പ്രൊവൈഡ് ചെയ്യണം. 2, സ്കിൽ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവരുടെ എബിലിറ്റീസ് ബെറ്റർ ആക്കാനും അവരെ മോൾഡ് ചെയ്ത് ബെറ്റർ പേഴ്സൺ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ദെൻ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാകുക. ഇത് 3 ഉണ്ടെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ലീഡ് ടു പെർഫോമൻസ്, റൈറ്റ്? അത് സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. സോ ക്രിട്ടിക്, ബാലൻസിങ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ക്യാൻ ബി ചാലഞ്ചിങ് ഇൻ ഓർഗനൈസേഷൻ സെറ്റിങ്സ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊടുത്താലും സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്ത് കൊണ്ടുപോകണം. ഇത് രണ്ടും മാച്ച് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കുകയും ഓരോ എംപ്ലോയീസിനെ പറ്റി പഠിച്ച് അവർക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ കൊടുത്ത് ആ രീതിയിൽ സ്വയം അകത്തുനിന്ന് മോട്ടിവേറ്റഡ് ആകണം. ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ERG തിയറി. ആൽഡെഫേഴ്സ് ERG തിയറി. ERG തിയറി പറയുന്നത് ക്ലെറ്റൺ ആൽഡെഫർ മോഡിഫൈഡ് മാസ്ലോസ് ഹൈറാർക്കി ഇൻറ്റു 3 കാറ്റഗറീസ്. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ ഇദ്ദേഹം 3 ലെവൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, 3 ലെവലിലേക്ക് കട്ട് ചെയ്യുന്നു. ഒന്ന്, എക്സിസ്റ്റൻസ് നീഡ്സ്. എക്സിസ്റ്റൻസ് നീഡ്സിൽ വരുന്നത് ബേസിക് ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ്. അദ്ദേഹം എക്സിസ്റ്റൻസ് നീഡ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. റിലേറ്റഡ്നെസ്, സോഷ്യൽ നീഡ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ നീഡ്സ് ഒക്കെ റിലേറ്റഡ് നീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഗ്രോത്ത്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, ലൈക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ കൺസെപ്റ്റ് ഒക്കെ ഗ്രോത്ത് നീഡ്സിൻ്റെ ഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്തു. സോ മാസ്ലോയുടെ 3 നീഡ്സിൽ പറഞ്ഞിരിക്കുന്ന മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയിൽ പറഞ്ഞിരിക്കുന്ന നീഡ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ലോവർ ലെവലിലുള്ള ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് നീഡ്സ് ആയി. അത് രണ്ടുമാണ് എക്സിസ്റ്റൻസിലേക്ക് നയിക്കുന്നത്. ദെൻ അതിന് മുകളിലുള്ള സോഷ്യൽ നീഡ്സും അതേപോലെ എസ്റ്റീംഡ് ബൈ അതേഴ്സ്. എസ്റ്റീം നീഡ്സ് 2 പാർട്ടുണ്ട്. ഒന്ന്, മറ്റുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം. ദെൻ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഒരു റെക്കഗ്നിഷൻ, നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവണം. അതിൽ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് സോഷ്യൽ നീഡാണ്, റൈറ്റ്? അപ്പോൾ സോഷ്യൽ നീഡ്സും എസ്റ്റീംഡ് ബൈ അതേഴ്സും റിലേറ്റഡ്നെസ് നീഡ്സിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും ഗ്രോത്ത് നീഡ്സിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ അദ്ദേഹം ചെയ്തത് മാസ്ലോ നീഡ്സിനകത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ഫാക്ടേഴ്സിനെ അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത്. ക്രിട്ടിസൈസ് ചെയ്തത് ഒരു ഹൈറാർക്കി, ഒരു ഓർഡർ ഉണ്ട് എന്നാണ് ആദ്യത്തെ ക്രിറ്റിസിസം. ഇവിടെ ആൽഡെഫർ വന്നപ്പോൾ ആൽഡെഫർ പറയുന്നത് അത്തരത്തിലൊരു ഓർഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഫ്ലോ ചെയ്യാം എന്നാണ്. അൺലൈക്ക് മാസ്ലോ, ഇറ്റ് അലൗസ് ഫോർ റിഗ്രഷൻ. മുകളിലേക്ക് പോയിട്ടുള്ള ഒരാൾക്ക് താഴോട്ട് ഇറങ്ങി വരാനും സാധിക്കും. ഓക്കെ, മാസ്ലോ പറഞ്ഞ എന്താണ്? ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവില്ല എന്നാണ്. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തു ഹയർ എൻഡ് എത്തിയ ഒരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ റിലേറ്റഡ്നെസ് നീഡ്സ് വേണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് നീഡ് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയാലും എക്സിസ്റ്റൻസ് നീഡ്സ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാം. അതേപോലെ റിലേറ്റഡ്നെസ് നീഡ്സ് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ വീണ്ടും എക്സിസ്റ്റൻസ് നീഡ്സ് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആകാം. സോ ഇത്തരം ഒരു റിഗ്രഷൻ ദാറ്റ് ആക്ച്വലി ആദ്യമായിട്ട് അലോ ചെയ്യുന്നതും ആൽഡെഫേഴ്സ് തിയറിയിലാണ്. മൂവിങ് ബാക്ക് ടു ദി ലോവർ നീഡ്സ് ഇഫ് ഹയർ നീഡ്സ് റിമെയിൻ അൺമെറ്റ്. ആ ഹയർ നീഡ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, സെൽഫ് ആക്ച്വലൈസേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഗ്രോത്ത് നീഡ്സ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങും, താഴത്തെ നീഡ്സ് നമ്മൾ ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തെന്നിരിക്കും. അതാണ് ഈ തിയറി പറയുന്നത്. സ്റ്റിൽ ഹൈറാർക്കിക്കൽ ബട്ട് മോർ ഫ്ലെക്സിബിൾ ദാൻ മാസ്ലോസ് ഒറിജിനൽ മോഡൽ. ഇതും ഹൈറാർക്കിക്കലാണ്, 3 ലെവലിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ മാസ്ലോയുടെ ഒറിജിനൽ മോഡലിനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ട്. ബിക്കോസ് നമുക്ക് തിരിച്ചു വരാനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഓക്കെ, അതാണ് ആൽഡെഫേഴ്സ് ERG തിയറി. നെക്സ്റ്റ് ഈസ് ഗോൾ സെറ്റിംഗ് തിയറി ബൈ ലോക്കി ആൻഡ് ലാദം. അവരുടെ ഗോൾ സെറ്റിംഗ് തിയറിയാണ് അടുത്തായിട്ട് പറയുന്നത്. ഗോൾ സെറ്റിംഗ് തിയറി, എഡ്വിൻ ലോക്കി ആൻഡ് ഗാരി ലാദംസ് തിയറി എംഫസൈസസ് ഇൻ സെറ്റിംഗ് സ്പെസിഫിക് ചാലഞ്ചിങ് ഗോൾസ് ആസ് എ മോട്ടിവേറ്റർ. ഗോള് ചാലഞ്ചിങ് ആണെങ്കിൽ അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള, കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്ന, കൺഫ്യൂഷൻസ് ഇല്ലാത്ത വ്യക്തമായിട്ടുള്ള ഗോൾസ്, സ്മാർട്ട് ഗോൾസ് എന്ന് പറയും, അത്തരത്തിലുള്ള ഗോൾസ് എംപ്ലോയീസിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആകും എന്നാണ് ഈ തിയറി പറയുന്നത്, ഗോൾ സെറ്റിംഗ് തിയറി. സോ
ആപ്ലിക്കേഷൻ ക്ലിയർ ഗോൾസ് ആൻഡ് ഫീഡ്ബാക്ക് ഇംപ്രൂവ് പെർഫോമൻസ്. കൃത്യമായിട്ടുള്ള ഗോൾസും ആ ഗോൾ അറ്റൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും കൊടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ അത് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഫാക്ടറായിട്ട് അത് ആക്ട് ചെയ്യും. ദെൻ സ്മാർട്ട് ഗോൾസിനെ പറ്റി പറഞ്ഞു. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട് ബോണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം ചേരുന്നതായിരിക്കണം ഒരു ഗോൾ. അത്തരത്തിലുള്ള ഗോൾസ് ആണെങ്കിൽ എംപ്ലോയി മോട്ടിവേറ്റഡ് ആവുമെന്ന് തിയറി പറയുന്നു. ക്രിട്ടിക് പറയുന്നത് മേ ലീഡ് ടു സ്ട്രെസ് ഓർ ബേൺ ഔട്ട് ഇഫ് ദി ഗോൾ ആർ ടു ഡിഫിക്കൽട്ട് ആൻഡ് അൺറിയലിസ്റ്റിക്. ചില കേസുകളിൽ ഈ പറയുന്ന സ്മാർട്ട് ഗോളൊക്കെ ആയാലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഗോളുകളാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഫ്രസ്ട്രേഷൻ. എംപ്ലോയിയെ സംബന്ധിച്ച് എംപ്ലോയിയുടെ മോട്ടിവേഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അത് കാരണമാകും. അതാണ് ഗോൾ സെറ്റിംഗ് തിയറി. ആൻഡ് നെക്സ്റ്റ് ഈസ് CET, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ ഇമ്പാക്ട് ഓഫ് എക്സ്റ്റേണൽ റിവാർഡ്സ് ഓൺ ഇൻട്രൻസിക് മോട്ടിവേഷൻ. എക്സ്റ്റേണൽ റിവാർഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതാണ് ഈ തിയറി പറയുന്നത്. സോ SETയും CETയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താ, CET പറയുമ്പോൾ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ ആണ്. നമ്മൾ ആ എക്സ്റ്റേണൽ റിവാർഡ്സിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആകും, അതുവഴി ഇൻട്രൻസിക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് തിയറി പറയുന്നത്. ആപ്ലിക്കേഷൻ എക്സ്ട്രിൻസിക് റിവാർഡ്സ് ലൈക്ക് ബോണസ് ക്യാൻ അണ്ടർമൈൻ ഇൻട്രൻസിക് റിവാർഡ് ഇഫ് എംപ്ലോയി ഫീൽസ് കൺട്രോൾഡ്. ബോണസൊക്കെ കൊടുത്താലും അഡീഷണൽ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും എംപ്ലോയിയെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നു, എംപ്ലോയിക്ക് ഓട്ടോണമി കൊടുക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ എംപ്ലോയിയുടെ മോട്ടിവേഷൻ അത് അഫക്റ്റ് ചെയ്യാം. സോ എക്സ്ട്രിൻസിക് റിവാർഡ്സ് മാത്രം പോരാ, ഒരു പരിധി വരെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോണമി പോലുള്ള പല ഫാക്ടേഴ്സും എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമേ ഇൻട്രൻസിക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അതാണ് CETയുടെയും കോർ തിയറി. ക്രിട്ടിക് ബാലൻസിങ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് റിവാർഡ്സ് ഈസ് എ കോംപ്ലക്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ്. അതൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. ആൻഡ് ഈ രണ്ട് തിയറീസും നമ്മൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് തിയറികളാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻട്രൻസിക് മോട്ടിവേഷനെ പറ്റി പറഞ്ഞത്. ഈ രണ്ട് തിയറികളും മോറലെസ് സിമിലർ ആണ്, ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ രണ്ട് തിയറിയിൽ വരുന്നുള്ളൂ. സോ നമ്മൾ ഇതുവരെ ഡിഫറെൻറ്റ് മോട്ടിവേഷൻ തിയറീസിനെ പറ്റി പറഞ്ഞു. സോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ സിക്സ് മന്ത്സിൻ്റെ കോംപ്രിഹെൻസീവ് ബാച്ച് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ ജൂൺ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വഴി രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമതായി ജൂൺ എക്സാമിനേഷന് വേണ്ടി റെഗുലറായിട്ട് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ജാനുവരി എക്സാമിനേഷനുള്ള റാപ്പിഡ് പ്രിപ്പറേഷനും നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. സോ രണ്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വഴി കിട്ടുന്നത്. സോ ബാച്ചിൻ്റെ ഹൈലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു കോംപ്രിഹെൻസീവ് ബാച്ചാണ്. സോ കംപ്ലീറ്റ് ഏരിയ സിലബസ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ലൈവ് ലെക്ചേഴ്സും അതുകൂടാതെ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. സോ ഒട്ടും വൈകാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs കൂടി കാണാം. സോ MCQസിലേക്ക് വന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് തിയറി ഓഫ് മോട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ദി പെർസെപ്ഷൻ ഓഫ് ഫെയർ ട്രീറ്റ്മെൻറ്റ്. ഫെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആവും എന്ന് പറഞ്ഞ തിയറി ഏതാണ്? ഇക്വിറ്റി തിയറി, എക്സ്പെക്റ്റൻസി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി, 2 ഫാക്ടർ തിയറി. നമ്മൾ കണ്ടു ഫെയർ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന തിയറി ഇക്വിറ്റി തിയറിയാണ്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ഒരു റാപ്പിഡ് ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, റൈറ്റ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഹൂ ഡെവലപ്ഡ് 2 ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് മോട്ടിവേറ്റേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടർ. സോ 2 ഫാക്ടർ തിയറിയുടെ പ്രപ്പൗണ്ടർ ആരാണ്? 2 ഫാക്ടർ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ്. ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, റൈറ്റ്? അടുത്തൊരു ക്വസ്റ്റ്യൻ: according to Macklin's need theory, which need is characterized by a desire for personal achievement and success? ഒരു ഡിസയർ ഫോർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്, അത് ഏത് തിയറിയാണ്, ഏത് നീഡാണ് മാക്ലൻഡിൻ്റെ ത്രീ നീഡ്സ് തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ സെക്യൂരിറ്റി. അതായത് പേഴ്സണൽ അച്ചീവ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പേഴ്സണൽ അച്ചീവ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് 3 എലമെൻറ്റ്സ്? വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറിയിൽ 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സോ ഒന്നാമത്തെ എലമെൻറ്റ് എക്സ്പെക്റ്റൻസി ആണ്. ദെൻ ബാലൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. 3 കൺസെപ്റ്റ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ഹെർസ്ബർഗ്സ് തിയറി സജസ്റ്റ് ദാറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇംപ്രൂവിങ് ഹൈജീൻ ഫാക്ടേഴ്സ് ബട്ട് മോട്ടിവേഷൻ റിക്വയർസ് വിച്ച് ഫാക്ടർ?
ഡിസാറ്റിസ്ഫാക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്താൽ മതി. മോട്ടിവേഷൻ വരണമെങ്കിൽ സാറ്റിസ്ഫയേഴ്സ് വേണം. സാറ്റിസ്ഫയേഴ്സിനെ നമ്മൾ മോട്ടിവേറ്റേഴ്സ് എന്ന് കൂടി വിളിക്കും. സോ മോട്ടിവേറ്റർ ഫാക്ടറാണ് റൈറ്റ് ആൻസർ. ദെൻ ഇൻ ഹെസ്ബർഗ് 2-factor തിയറി സാലറി ആൻഡ് വർക്ക് കണ്ടീഷൻ ആർ എക്സാമ്പിൾസ് ഓഫ്. സാലറിയും വർക്കും ഏതുമായി ബന്ധപ്പെട്ടാണ് വർക്ക് കണ്ടീഷൻ? ഇത് ഏത് തിയറിയാണ്? ഇത് ഹൈജീൻ ആണോ അതോ മോട്ടിവേറ്റേഴ്സ് ആണോ? സോ റൈറ്റ് ആൻസർ ഏതാണ്? ഹൈജീൻ ഫാക്ടറാണ്. സാലറി റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ ഓക്കെ എന്നുള്ളത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷേ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. സോ ഹൈജീൻ ഫാക്ടറാണ് സാലറി ആൻഡ് വർക്ക് കണ്ടീഷൻ.